ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം കത്തീഡ്രൽ പള്ളി വികാരിയുടെ ലിറ്റർജി ക്ലാസ് 2 വർഷം മുമ്പ് സുബോധന എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ എറണാകുളത്തെ കത്തീഡ്രൽ പള്ളി വികാരി ഒരു ലിറ്റർജിയുടെ ക്ലാസ് കൊടുത്തിരുന്നു. ആ ക്ലാസ്സിനോടുള്ള എൻ്റെ പ്രതിസ്പന്ദമാണ് ഈ വീഡിയോയിൽ. എറണാകുളം രൂപതയുടെ സംഭാവനകൾ എന്ന് അതിന് ഒരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തന്നെ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കും എന്ന് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനോടുള്ള ഞാൻ ആ ക്ലാസ് മുഴുവൻ കേട്ടിട്ട് അതിനോടുള്ള എൻ്റെ പ്രതികരണമാണ് ഈ ക്ലാസ്. ആദ്യമേ തന്നെ മോൺസിഞ്ഞർ നരികുളത്തിന് ഞാൻ നന്ദി പറയുകയാണ്. എന്തിനാ? 2 കാര്യങ്ങൾക്ക്. ഒന്ന്, 2-ാം വത്തിക്കാൻ സുഗനോദോസ് പറഞ്ഞതുകൊണ്ടോ ചർച്ച ചെയ്തതുകൊണ്ടോ അല്ല ജനാഭിമുഖ കുർബാന ആരംഭിച്ചത് എന്ന് സമ്മതിച്ചതിന്. ആ ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നുണ്ട്, 2-ാം വത്തിക്കാൻ സുഗനോദോസ് ഇത് പഠിപ്പിച്ചിട്ടില്ല, ജനാഭിമുഖ കുർബാന വേണമെന്ന് 2-ാം വത്തിക്കാൻ സുഗനോദോസിൽ പറഞ്ഞിട്ടില്ല. അത് സമ്മതിച്ചതിന് ഞാൻ മോൺസിഞ്ഞോറിനോട് അങ്ങേയറ്റം നന്ദി പറയുകയാണ്. മറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. 2, ജനാഭിമുഖ കുർബാനയ്ക്ക് കാര്യമായ ദൈവശാസ്ത്രമോ ലിറ്റർജി പാരമ്പര്യമോ ഇല്ല. അതും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ജനാഭിമുഖ കുർബാനയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപത പിടിവാശി പിടിക്കുന്നത്? അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഇത് നമ്മളുടെ സംഭാവനയാണ്, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സംഭാവനയാണ്, അല്ലാതെ ഇതിന് ദൈവശാസ്ത്രം ഉള്ളത് കൊണ്ടോ ലിറ്റർജി പാരമ്പര്യമുള്ളത് കൊണ്ടോ അതൊന്നും അല്ല അതിന്റെ കാരണം. ഇതും സമ്മതിച്ചതിന് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. ഇനി ഞാൻ അദ്ദേഹത്തിന്റെ ആ ക്ലാസ് അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അവിടെ ഇവിടെയും ചില ചോദ്യങ്ങൾ എനിക്കുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചില പ്രതികരണങ്ങൾ. ഒന്ന്, അദ്ദേഹം പറയുന്ന വാക്കുകളാണ്, ജനാഭിമുഖ കുർബാന അതിനെക്കുറിച്ചുള്ള എറണാകുളം രൂപത സംഭാവന എന്ത് എന്ന് പറയാൻ അദ്ദേഹം പറയുകയാണ്. 1980, 83, 85 ഈ 3 വർഷങ്ങളിലും റോം നമ്മളോട് പറഞ്ഞു, ഇത് നരികുളച്ചന്റെ വാക്കുകളാണ്, 1980, 83, 85 അപ്പോൾ റോം നമ്മളോട് പറഞ്ഞു, പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് കിഴക്കോട്ട് നോക്കിയേ ദൈവോന്മുഖമായേ കുർബാന പറ്റൂ, ജനാഭിമുഖം ഒരിക്കലും സ്വീകാര്യമല്ല. 80-ലും 83-ലും 85-ലും റോം സീറോ മലബാർ സഭയോട് പറഞ്ഞുവെന്ന് നരികുളച്ചനാണ് പറയണേ. അതായത് 68-ലാണ് ജനാഭിമുഖ കുർബാന തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, 12 വർഷം കഴിഞ്ഞപ്പോൾ ആ തെറ്റ് തിരുത്താൻ റോം പറഞ്ഞു. 1968 തുടങ്ങിയ ജനാഭിമുഖ കുർബാന അത് തിരുത്താൻ റോം 1980-ല് 83-ല് 85-ല് സീറോ മലബാർ സഭയോട് പറഞ്ഞു. റോം പറഞ്ഞു, പൗരസ്ത്യ രീതി അനുസരിച്ച് കിഴക്കോട്ട് നോക്കിയേ ദൈവോന്മുഖമായ കുർബാന പറ്റൂ. ഇതെന്റെ വാക്കുകളല്ല, നരികുളച്ചന്റെ വാക്കുകളാണ്. ജനാഭിമുഖം ഒരിക്കലും സ്വീകാര്യമല്ല എന്ന് റോം പറഞ്ഞു. നാം പറഞ്ഞു, ആരാ നാം? എറണാകുളം അങ്കമാലി അതിരൂപത പറഞ്ഞു, ഞങ്ങൾക്ക് ജനാഭിമുഖം വേണം. അപ്പൊ നരികുളച്ചൻ പറയാ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ആവർത്തിക്കണേ. റോം പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിക്കോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിക്കോ, സഭയ്ക്ക് പറ്റില്ല, നിങ്ങൾക്ക് പിടിവാശി പിടിക്കുന്നെങ്കിൽ ആയിക്കോ. ഞാൻ വീണ്ടും പറയണു, ഇത് നരികുളച്ചൻ പറഞ്ഞ വാക്കുകളാണ്, മാണിപ്പറമ്പലച്ചന്റെ വാക്കുകളല്ല. നോക്കൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിക്കോ. മക്കൾ ദുർവാശി കാട്ടുമ്പോൾ മാതാപിതാക്കൾ പറയില്ലേ, എന്ത് കുന്തെങ്കിലും ചെയ്യ്, നമ്മൾ അപ്പൊ കുന്തം ചെയ്യാൻ പോവാണോ? അങ്ങനെ നിങ്ങൾ പിടിവാശി പിടിക്കുന്നെങ്കിൽ ആയിക്കോ എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യും? മക്കൾ അനുസരിച്ചില്ലെങ്കിൽ. അങ്ങനത്തെ ഈ സഭയ്ക്ക് പട്ടാളം പോലീസൊന്നും ഇല്ലല്ലോ നിയമം ഇംപ്ലിമെന്റ് ചെയ്യിക്കാൻ. അങ്ങനെ വന്നപ്പോൾ പിടിവാശി പിടിച്ച മക്കളുടെ മുമ്പിൽ തോറ്റുപോയ ഒരപ്പനായി പോയി സഭ. തെറ്റായി. പിടിവാശി മാത്രമല്ല, ദുർവാശി. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, കാഴ്ചയർപ്പണത്തെ കുറിച്ച്. വൈദികന് അപ്പവും വീഞ്ഞും സമർപ്പിച്ചോട്ടെ. ഇത് നരികുളച്ചന്റെ വാക്കാണ്. വൈദികന് അപ്പവും വീഞ്ഞും സമർപ്പിച്ചോട്ടെ. ഞങ്ങൾ പണത്തിന്റെ രൂപത്തിലോ വസ്തുക്കളുടെ രൂപത്തിലോ കൂടാ ബാഗ്, പുസ്തകം, അങ്ങനെ കാഴ്ചയർപ്പണം നടത്താൻ ഞങ്ങൾ അനുവദിക്കണം. അത് പാടില്ലെന്നാണ് റോം പറഞ്ഞത്. നാം പറഞ്ഞു, ഞങ്ങൾക്കിത് സമർപ്പിക്കണം. അപ്പോ റോം പറഞ്ഞു, താല്പര്യമുള്ള രൂപതകളിൽ ആകാം. റോം പറഞ്ഞു പാടില്ല ശരിക്ക്,
പക്ഷെ നിങ്ങൾ പിടിവാശി പിടിക്കുന്നെങ്കിൽ ആയിക്കോ. അതായത് വൈദികൻ അപ്പവും വെഞ്ഞും അർപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്ക് കൊടയും ബാഗും പുസ്തകവും അങ്ങനെ സംഗതികൾ അർപ്പിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ആര്? എറണാകുളം അങ്കമാലി അതിരൂപത. റോം പറഞ്ഞു അത് ഇതിനോട് ചേരുന്നതല്ല, പൗരസ്ത്യ പാരമ്പര്യം ചേരുന്നതല്ല. നാം പറഞ്ഞു, എറണാകുളം അങ്കമാലി അതിരൂപത പറഞ്ഞു ഞങ്ങൾക്കിത് വേണം. അപ്പൊ റോം പറഞ്ഞു അങ്ങനെ പിടിവാശി പിടിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേ. ഈ ഒരു താരതമ്യം ഞാൻ പറയുകയാണേ, ഇതുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല, എന്നാലും ഇത് മനസ്സിലാക്കാൻ സഹായിക്കും. സദുക്കായർ വന്നിട്ട് പറഞ്ഞു, ഏതെങ്കിലും കാരണത്താൽ പുരുഷനെ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഏതെങ്കിലും കാരണത്താൽ. അപ്പോൾ യേശു പറഞ്ഞു വിവാഹമോചനം സാധ്യമല്ല. അങ്ങനെയെങ്കിൽ മോശ ഉപേക്ഷാപത്രം കൊടുത്ത ഭാര്യ ഉപേക്ഷിക്കാമെന്ന് കൽപ്പിച്ചത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു മോശ കൽപ്പിച്ചില്ല. നിങ്ങളുടെ ഹൃദയകാഠിന്യം മൂലം മോശ അനുവദിക്കുകയാണ് ചെയ്തത്, കൽപ്പിക്കുകയല്ല. നിങ്ങളുടെ ഹൃദയകാഠിന്യം മൂലം, പിടിവാശി മൂലം, വിവാഹമോചനം എന്ന ദുർവാശി മൂലം മോശ നിങ്ങൾ അനുവദിക്കുക ചെയ്തത്, ഹൃദയകാഠിന്യം മൂലം. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. ഇതേ കാര്യം ഈ കുർബാനയുടെ കാര്യത്തിലും വെക്കാം. നിങ്ങളുടെ ഹൃദയകാഠിന്യം മൂലം, ദുർവാശി മൂലം ആയിക്കോ എന്ന് റോം അനുവദിക്കുകയാണ് ചെയ്തത്, കൽപ്പിക്കുകയല്ല. മാത്രമല്ല ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. അതായത് 1-ാം നൂറ്റാണ്ട് മുതൽ 1968 വരെ അങ്ങനെ ആയിരുന്നില്ല. 12 കൊല്ലം ആയിട്ടുള്ളൂ നിങ്ങൾ ഇത് ചെയ്തിട്ട്. 1980-ത്തെ കാര്യം പറയണേ. അപ്പൊ ഈ ആൾക്കാർ എന്നോട് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ചോദിച്ചു, തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തണ്ടേ? തെറ്റ് പറ്റിയപ്പോൾ തിരുത്താൻ റോം ശ്രമിച്ചതാണ് 1980-ല്, 83-ല്, 85-ല്. ഇത് മാണിപ്പറമ്പലച്ചന്റെ വാക്കുകളല്ല, ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന നരികുളച്ചന്റെ വാക്കുകളാണ്. അപ്പോൾ 1968-ൽ തെറ്റ് പറ്റി, 80-ൽ തിരുത്താൻ റോം നടപടി എടുത്തില്ലേ? ആ തെറ്റ് തിരുത്തില്ല എന്ന് പിടിവാശി പിടിച്ചത് ആരാണ്? ഹൃദയകാഠിന്യം മൂലം പിടിവാശി പിടിച്ചത് ആരാണ്? എറണാകുളം അങ്കമാലി അതിരൂപത. പ്രിയപ്പെട്ട അൽമായ സുഹൃത്തുക്കളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരെ, നിങ്ങൾ കേട്ടതാണ് ഈ അച്ഛന്റെ ക്ലാസ്. ഞാൻ നോക്കുമ്പോൾ ഒരു 117,000 പേര്, 1,17,000 പേര് ഇത് കണ്ടിട്ടുണ്ട് ഈ അച്ഛന്റെ ക്ലാസ്. അപ്പൊ നിങ്ങൾ കേട്ടതാണ്, ഒന്നുകൂടി കേൾക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. 3, കുരിശു വര. റോം പറഞ്ഞു കുർബാന കുരിശു വരച്ചുകൊണ്ട് ആരംഭിക്കാൻ പാടില്ല. കുർബാന കുരിശു വരച്ചുകൊണ്ട് ആരംഭിക്കാൻ പാടില്ല എന്ന് റോം പറഞ്ഞു. നരികുളച്ചൻ പറയാണ്, നരികുളച്ചന്റെ വാക്കുകളാണിത്. എന്തുകൊണ്ടാണ് അങ്ങനെ റോം പറഞ്ഞത്? അത് നരികുളച്ചൻ പറഞ്ഞില്ല, ഞാൻ പറയാണ്. ലത്തീൻ കുർബാന കുരിശു വരച്ചുകൊണ്ടാണ് തുടങ്ങണേ? ആണോ? അങ്ങനെയാണ് ആളുകളുടെ വിചാരം. ഇന്ത്യയിൽ അങ്ങനെ ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ലത്തീൻ സഭയിലെ കുർബാന കുരിശു വരച്ചുകൊണ്ടല്ല തുടങ്ങണേ. ആന്റിഫൺ, ഓരോ ദിവസത്തിനും ആന്റിഫൺ ഉണ്ട്. ആ ആന്റിഫൺ വെച്ചുകൊണ്ടാ. ആ ആന്റിഫണ് പകരം പ്രവേശ ഗാനം വേണമെങ്കിൽ പാടാമെന്നാ. അതായത് പ്രവേശക ഗാനം ഇല്ലെങ്കിൽ ആന്റിഫൺ ചൊല്ലിയിട്ട് വേണം പിതാവിന്റെയും പുത്രന്റെയും വെക്കാൻ ലത്തീൻ കുർബാനയില്. അതായത് ലത്തീൻ കുർബാനയിലും കുരിശു വരച്ചുകൊണ്ടല്ല കുർബാന ആരംഭിക്കുന്നത്. പ്രവേശക ഗാനമാണ് കുർബാനയുടെ ആരംഭം. അതാണ് ഈ അന്നാപ്പശക തിരുനാളിൽ നിന്ന് പാട്ട് സീറോ മലബാർ സഭയിലെ പ്രവേശക ഗാനമാണ് കുർബാനയുടെ ആരംഭം. പ്രവേശക ഗാനം ആന്റിഫണ്, അതത് ദിവസത്തെ ആന്റിഫണുള്ള ഒരു അതിന് പകരം വെക്കുന്നതാ. അപ്പൊ ലത്തീൻ സഭയിലും കുരിശു വരച്ചുകൊണ്ടല്ല കുർബാന അർപ്പിക്കുന്നത്, ആന്റിഫൺ ചൊല്ലിക്കൊണ്ടോ പ്രവേശഗാനം പാടിക്കൊണ്ടോ ആണ്. അതായത് പ്രവേശഗാനം ലിറ്റർജിക്ക് പുറത്തുള്ള സംഗതിയല്ല, കൊയറിന് ഇഷ്ടമുള്ളത് പാടുന്നതല്ല, ലിറ്റർജിയുടെ ഭാഗമാണ്. ഇതുകൊണ്ടാണ് റോം പറഞ്ഞത് കുരിശു വരച്ചുകൊണ്ട് കുർബാന ചൊല്ലാൻ പറ്റില്ല. നാം പറഞ്ഞു, ആര്? എറണാകുളം അങ്കമാലി അതിരൂപത പറഞ്ഞു ഞങ്ങൾക്ക് കുരിശു വരച്ചുകൊണ്ട് തുടങ്ങണം, ഞങ്ങൾക്ക് കുരിശു വരച്ചുകൊണ്ട് തുടങ്ങണം. എന്തുകൊണ്ട്? പോളാറമൻ മാർപ്പാപ്പ കുരിശു വരയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? നരികുളച്ചൻ ചോദിക്കുകയാണ്. 1971 പോളാറമൻ മാർപ്പാപ്പ കുരിശു വരയെ കുറിച്ച് പറഞ്ഞു, കാൽവരിയിൽ യേശു അർപ്പിച്ച കുരിശിലെ ബലിയാണല്ലോ അൾത്താരിലെ ബലി എന്ന് പറയുന്നത്. കാൽവരിയിൽ യേശു അർപ്പിച്ച കുരിശിലെ ബലിയാണല്ലോ അൾത്താരിലെ ബലി എന്ന് പറയുന്നത്. അതിനാൽ കുരിശിലേക്ക് നോക്കി കുരിശ് വരച്ചുകൊണ്ട് നാം കുർബാന അർപ്പിക്കണം. ഇത് നരികുളച്ചന്റെ വാക്കുകളാണ്. ഞാൻ വീണ്ടും അദ്ദേഹത്തിന് നന്ദി പറയാണ്. ഒന്ന്, അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണ് കുർബാന എന്ന് പറഞ്ഞത് മാറ്റി കുരിശിലെ ബലിയാണ് അൾത്താരിലെ ബലി എന്ന് സമ്മതിച്ചു. അത്രയും നല്ല കാര്യം. അന്ത്യത്താഴത്തിൽ ഊട്ടുശാല വിരുന്നാണ് എന്നാണല്ലോ പറഞ്ഞ് പഠിപ്പിച്ചോണ്ടിരുന്നേ. അത് മാറ്റി കുരിശിലെ ബലിയാണ് അൾത്താരിലെ ബലി എന്ന് സമ്മതിച്ചിരിക്കുന്നു നരികുളച്ചൻ. ഗംഭീരായി, താങ്ക് യു. 2, അദ്ദേഹം പറയാണ് പോളാറമൻ മാപ്പപ്പ പറഞ്ഞു കുരിശിലേക്ക് നോക്കി കുരിശ് വരച്ച് കുർബാന അർപ്പിക്കണം. ഇത് തന്നെയല്ലേ ഞാനും പറയണേ,
കുരിശിലേക്ക് നോക്കി കുർബാന അർപ്പിക്കണമെന്നാണ് ഞാനും പറയണേ. ജനങ്ങളെ നോക്കി കുർബാന അർപ്പിക്കരുതെന്നും കുരിശിലേക്ക് നോക്കി അർപ്പിക്കണമെന്നും തന്നെ ഞാൻ പറയണേ. ജനങ്ങളെല്ലാം കുരിശിലേക്ക് നോക്കി നിൽക്കുകയാണ്. അച്ഛനും കുരിശിലേക്ക് നോക്കി ചൊല്ലണം എന്നാണ് പറയണേ. പക്ഷെ നാം പറഞ്ഞു, എറണാകുളം അതിരൂപത പറഞ്ഞു, അല്ല, കുരിശ് വരച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരംഭിക്കണം. കുരിശ് വരച്ചുകൊണ്ട് തന്നെ ആരംഭിക്കണം. ആന്റിഫൺ പോലെയോ പ്രവേശഗാനം പോലെയോ അന്നാ പെസഹ തിരുനാൾ വെച്ചോ പാട്ട് പറ്റില്ല, കുരിശ് വരച്ചുകൊണ്ട് ഞങ്ങൾക്ക് തുടങ്ങണം. റോം പറഞ്ഞു, അങ്ങനെ നിർബന്ധമുള്ളവർക്ക് അങ്ങനെയാകാം, ടെക്സ്റ്റിൽ പ്രിന്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ തക്സയിൽ നോക്കിയാൽ തക്സയിൽ പ്രിന്റ് ചെയ്തിട്ടില്ല. റോം പറഞ്ഞു, നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, പക്ഷേ അത് ടെക്സ്റ്റിനകത്ത് പാടില്ല. കാരണം ടെക്സ്റ്റിനകത്ത് ചെയ്താൽ അത് തെറ്റായിട്ട് വരും. നിങ്ങൾ നിർബന്ധം ഇല്ലേ, ഹൃദയകാഠിന്യം മൂലം അനുവദിക്കുകയാണ്. മക്കൾ പിടിവാശ കാണിച്ചാൽ എന്ത് ചെയ്യും അപ്പൻ? 4, ഇത് ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറയാൻ ഓർക്കണേ. പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് വലത്ത് നിന്ന് ഇടത്തോട്ട് കുരിശ് വരയ്ക്കും. വലത്ത് നിന്ന് ഇടത്തോട്ട്. ഞാൻ ഇടവകപ്പള്ളിയിൽ ഇരിക്കുമ്പോൾ അവിടെ ആളുകൾ എന്നെ കളിയാക്കുമായിരുന്നു. കുരിശ് വരയ്ക്കാൻ അറിയാത്ത മാണിപ്പറമ്പിലച്ചൻ എന്നാ പറയുക. കുരിശ് വരയ്ക്കാൻ അറിയാത്ത മാണിപ്പറമ്പിലച്ചൻ. കാരണം എന്താ, ഞാൻ കുരിശ് വരയ്ക്കുമ്പോൾ വലത്തുനിന്ന് ഇടത്തോട്ടാണ് വരയ്ക്കുക. ലത്തീൻ പാരമ്പര്യം അനുസരിച്ച് ഇടത്തുനിന്ന് വലത്തോട്ടാണ്. പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് വലത്തുനിന്ന് ഇടത്തോട്ടാണ്. എന്തുകൊണ്ടാണ്? ദൈവശാസ്ത്രം എന്താണ്? ഈ പൗരസ്ത്യ വിവിധ ദൈവശാസ്ത്രങ്ങളുണ്ടല്ലോ. പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ചുള്ള ദൈവശാസ്ത്രം വലത്ത് പ്രകാശത്തിന്റെ ഇടമാണ്. പ്രകാശത്തിന്റെ ഇടത്തൊന്നും പ്രകാശത്തെ കൊണ്ടുപോയി അന്ധകാരത ഇല്ലാണ്ടാക്കണം. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ടല്ലോ. പ്രകാശത്തെ കീഴടക്കാൻ അന്ധകാരത്തിന് കഴിഞ്ഞില്ല. ഈ പ്രകാശം അന്ധകാരത്തിൽ കൊണ്ടുപോകുന്നതിനെയാണ് വലത്തുനിന്ന് ഇടത്തോട്ട് കൊണ്ടുപോകുന്ന കുരിശ് വര. ലത്തീൻ സഭയിലെ പാരമ്പര്യത്തിൽ തെറ്റൊന്നുമില്ല. ഇടത്തുനിന്ന് വലത്തോട്ട് കൊണ്ടുവരുന്നതിനും അർത്ഥമുണ്ട്. അത് പക്ഷേ പാശ്ചാത്യ പാരമ്പര്യമാണ്, പൗരസ്ത്യ പാരമ്പര്യമല്ല. ഈ പാശ്ചാത്യ പാരമ്പര്യം എന്താണ്? ഇടതുവശം ജന്മപാപത്തിന്റെ വശമാണ്. ആ ജന്മപാപത്തിന്റെ വശത്തിൽ നിന്നും ആ പാപത്തിന്റെ വശം ഉപേക്ഷിച്ചിട്ട് നന്മയുടെ വശത്തേക്ക്, പുണ്യത്തിന്റെ വശത്തേക്ക് വരുന്നതാണ്. അതിന് ദൈവശാസ്ത്രമുണ്ട്, തെറ്റൊന്നുമില്ല, ദൈവശാസ്ത്രമുണ്ട്. പക്ഷേ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് പ്രകാശം കൊണ്ടുപോയി, വലത്തുനിന്നും പ്രകാശം കൊണ്ടുപോയി ഇടത്ത്, അതായത് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ കിടക്കുന്നവരിലേക്ക് ആ പ്രകാശത്തെ എത്തിക്കുക എന്നുള്ളതാണ് പാരമ്പര്യം. അപ്പോൾ പൗരസ്ത്യ പാരമ്പര്യം ഇങ്ങനെയാണല്ലോ എന്ന് റോം പറഞ്ഞു. അതായത് വലത്തുനിന്നും ഇടത്തോട്ട് കുരിശ് വരയ്ക്കുക. നാം പറഞ്ഞു, എറണാകുളം അങ്കമാലി അതിരൂപത പറഞ്ഞു, അത് പറ്റില്ല. പൗരസ്ത്യ പാരമ്പര്യം ഞങ്ങൾക്ക് പിന്തുടരാൻ പറ്റില്ല, ഞങ്ങൾക്ക് പാശ്ചാത്യ പാരമ്പര്യം വേണം. സീറോ മലബാർ സഭ പൗരസ്ത്യ സഭയാണെങ്കിലും പൗരസ്ത്യ സഭയുടെ പാരമ്പര്യങ്ങൾ പിന്തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, പാശ്ചാത്യ സഭയുടെ പാരമ്പര്യം പിന്തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമെന്ന് നമ്മൾ ആര്? എറണാകുളം അങ്കമാലി അതിരൂപത റോമിനോട് പറഞ്ഞു. നിർബന്ധമാണെങ്കിൽ ആയിക്കോ എന്ന് റോം പറഞ്ഞു. നിർബന്ധമാണെങ്കിൽ ആയിക്കോ എന്ന് റോം പറഞ്ഞു. ഇത് നരികുളച്ചന്റെ വാക്കുകളാണ്. നിർബന്ധമാണെങ്കിൽ ആയിക്കോ, ദുർവാശിയാണെങ്കിൽ ആയിക്കോ. 5, വിരിയിടണം എന്ന് റോം പറഞ്ഞു. കുർബാനയ്ക്ക് വിരിയിടണം. നാം പറഞ്ഞു, എറണാകുളം അങ്കമാലി അതിരൂപത പറഞ്ഞു, അത് യെരൂശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നതാണ്. കർത്താവ് മരിച്ചപ്പോൾ ആ വിരി കീറിപ്പോയ വിരിയാണ്, അതിന് തുന്നിക്കെട്ടേണ്ട കാര്യമില്ല. ഇത് നരികുളച്ചന്റെ വാക്കുകളാണ്. കീറിപ്പോയ വിരി തുന്നിക്കെട്ടേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വിരി എന്ന് പറയുന്നത് യേശുവിന്റെ ശരീരമാണ്. അത് പിളർക്കപ്പെട്ടു. യേശു മരിച്ചപ്പോൾ പിളർന്നു പോയ വിരി എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയത്തിലെ വിരിയല്ല. ഹെബ്രായ ലേഖനം 10:20 പറയുന്നത് സ്വന്തം യേശുവിന്റെ ശരീരമാകുന്ന വിരിയാണ്. അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കാണുക. റോം പറഞ്ഞു, പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് വിരി വേണം. ഈ യേശുവിന്റെ ഈ ശരീരം പിളർക്കപ്പെടുന്നതിന്റെ പ്രതീകമാണത്. അവിടെ നിന്ന് ആത്മാവും രക്തവും വരുന്നതിന്റെ പ്രതീകമാണത്. നാം പറഞ്ഞു, എറണാകുളം അങ്കമാലി അതിരൂപത പറഞ്ഞു, കീറിപ്പോയ വിരി തുന്നിക്കെട്ടേണ്ട കാര്യമില്ല, അത് കീറിപ്പോയി, ഇനി നമുക്ക് വിരി വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ ആയിക്കോ എന്ന് റോം പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. നിങ്ങളങ്ങനെ നിർബന്ധപൂർവ്വം വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ആയിക്കോ എന്ന് റോം പറഞ്ഞു. ഇങ്ങനെ നാം നിർബന്ധപൂർവ്വം ചോദിച്ചു വാങ്ങിയ സംഗതികളാണിത്. നമ്മൾ പിടിവാശി പിടിച്ച് ചോദിച്ചു വാങ്ങിയ കാര്യങ്ങളാണിത്. അത് എറണാകുളത്തിന്റെ സംഭാവനയാണ്. ഇത് നരികുളച്ചന്റെ വാക്കുകളാണ്. ഇനി അദ്ദേഹം പറയാണ്, ഇത് നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കും സമയം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയാണ്. അല്ല, സമയം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയല്ല.
20 മിനിറ്റ് കുർബാന, 15 മിനിറ്റ് കുർബാന, അതിനോടൊക്കെ ഞാൻ എതിരാണ്. നരികുളത്തിന്റെ വാക്കുകളാണ്. 20 മിനിറ്റ് കുർബാന, 15 മിനിറ്റ് കുർബാന, അതിനൊക്കെ ഞാൻ എതിരാണ്. സമയം വെട്ടിക്കുറക്കിയല്ല നമ്മുടെ ലക്ഷ്യം. അത്രയും സമ്മതിച്ച് നന്നായി. പിന്നെ എന്താണ്? കോൺസെൻട്രേഷൻ കിട്ടാവുന്ന തരത്തിൽ ലളിതമാക്കണമെന്നാണ് നമ്മൾ പറയണേ. ആവർത്തനങ്ങൾ വേണ്ട, ആവർത്തനങ്ങൾ വേണ്ട. കോൺസെൻട്രേഷൻ കിട്ടാവുന്ന തരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഏതായാലും അത്രയും സമ്മതിച്ചല്ലോ. സമയം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി അല്ല പറയണേ എന്ന് സമ്മതിച്ചല്ലോ. അത്രയും ഭാഗ്യം. പിന്നെ നമ്മൾ പറഞ്ഞു, എറണാകുളം അങ്കമാലി അതിരൂപത റോമിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുർബാനയ്ക്ക് മുമ്പിൽ ആമുഖം പറയണം. ലത്തീൻ സഭയിലുള്ളതുപോലെ, ലത്തീൻ റീത്തിലുള്ളതുപോലെ കുർബാനയ്ക്ക് മുമ്പ് ഞങ്ങൾക്കൊരു പ്രസംഗം പറയണം, ഒരു ആമുഖം പറയണം. വികാരിയച്ചന്മാർക്ക് ആരംഭത്തിൽ 2 വാക്ക് പറയാൻ സൗകര്യം വേണം. റോം പറഞ്ഞു അത് പൗരസ്ത്യ പാരമ്പര്യമല്ല. നാം പറഞ്ഞു ഞങ്ങൾക്ക് വേണം. അങ്ങനെ വേണമെന്ന് നിർബന്ധമുള്ളവർ അങ്ങനെ ആയിക്കോ എന്ന് റോം സമ്മതിച്ചു. നോക്കൂ, അദ്ദേഹത്തിന്റെ വാക്കുകളാണേ. നമ്മൾ നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോൾ അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ചെയ്തോ എന്ന് റോം പറഞ്ഞു. ഈ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിച്ചത് അത്യുന്നതങ്ങളിൽ 3 പ്രാവശ്യം വേണ്ട, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളത് 3 പ്രാവശ്യം വേണ്ട, സർവാധിപനം ഞങ്ങൾക്ക് ഒന്നുകൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിയായി എന്നെല്ലാം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മുടെ നിർബന്ധത്തിന് റോം വഴങ്ങി. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, നമ്മുടെ നിർബന്ധത്തിന് റോം വഴങ്ങി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിലേതെങ്കിലും ഒരു കാര്യത്തില് നിങ്ങൾക്ക് ദൈവശാസ്ത്രം, എറണാകുളം അങ്കമാലി രൂപത ഒരു ദൈവശാസ്ത്രമോ ഇങ്ങനെയൊക്കെ ചെയ്യാനൊരു ദൈവശാസ്ത്രമോ അല്ലെങ്കിൽ ലിറ്റർജി പാരമ്പര്യമോ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഞങ്ങൾ എറണാകുളം അങ്കമാലി രൂപത നിർബന്ധം പിടിച്ചു, റോം വഴങ്ങി. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ദൈവശാസ്ത്രമോ ലിറ്റർജി പാരമ്പര്യമോ സഭാശാസ്ത്രമോ എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. ഇനി 8ാമത്തെ, മണി അടിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപത ആവശ്യപ്പെട്ടു. ഇപ്പൊ സിനഡ് അംഗീകരിച്ചിട്ടുണ്ട്. 2, സ്വർഗസ്ഥനായ പിതാവെ, 2ാമത്തെ സ്വർഗസ്ഥനായ പിതാവെ കൈവരിച്ച് പിടിക്കണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ആവശ്യപ്പെട്ടു. ഇപ്പൊ സിനഡ് അനുവദിച്ചു. നമ്മളത് മുമ്പേ തുടങ്ങി. അവിടെയാണ് ഒരു പ്രശ്നം. അതായത് നമുക്ക് ഈ പുതിയ സംഗതികൾ കൊണ്ടുവരണ്ടെന്ന് ഒരിക്കൽ പോലും ഒരു സഭയും പറഞ്ഞിട്ടില്ല. ലിറ്റർജിയുടെ പരിഷ്കരണത്തിൽ നമ്മൾ പാരമ്പര്യത്തിൽ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ആധുനികമായി യാതൊന്നും വേണ്ടെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഓരോരുത്തരും തോന്നിയ പോലെ ചെയ്യാൻ പാടുണ്ടോ? നിയമം ഓരോരുത്തർ കയ്യിലെടുത്താൽ പിന്നെ എങ്ങനെയാ? അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയില് മണിയടിക്കല് നമ്മൾ തോന്നി. അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഞാൻ പറയാം. നാം സാമാന്യ ബുദ്ധി പണ്ടേ ഉപയോഗിച്ചു തുടങ്ങി. സാമാന്യ ബുദ്ധി, ചിലർക്ക് കോമൺ സെൻസ് ഇപ്പോഴാണ് ഉദിച്ചത്. അത് സിനഡിന് ഇപ്പോഴാണ് കോമൺ സെൻസ് ഉദിച്ചത്. നമുക്ക് പണ്ടേ കോമൺ സെൻസ് ഉണ്ടായി. ഇത് കോമൺ സെൻസിന്റെ പ്രശ്നമാണോ അതോ എല്ലാ സീറോ സഭയിൽ എല്ലാ രൂപതകളിലും ഒരേപോലെ ഇരിക്കണം എന്നുള്ള ആ ആഗ്രഹമാണോ? ഏതാണ് വേണ്ടത്? ഓരോരുത്തർക്കും ഇതാണ് ശരിയെന്ന് തോന്നി അവർ അത് കുർബാനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഏതെങ്കിലും ഒരു കുർബാനയിൽ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കുർബാന സംബന്ധിക്കാൻ പറ്റുമോ? ഞാനത് ആവർത്തിക്കുക. ഓരോ അച്ഛനും അല്ലെങ്കിൽ ഓരോ രൂപതയ്ക്കും ഇത് വേണം, കോമൺ സെൻസ് ആണിത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് തുടങ്ങിയാൽ ലിറ്റർജിയിൽ എന്തെങ്കിലും പിന്നെ ബാക്കി ഉണ്ടാകുമോ? ഈ തോന്നിയ കാര്യങ്ങളും കോമൺ സെൻസ് എല്ലാം കൊണ്ടുവരേണ്ടത് ലിറ്റർജിയിലാണോ? അല്ലാതെ എത്രയോ നൊവേനുകളോ കുർബാനയ്ക്ക് മുമ്പോ കുർബാനയ്ക്ക് ശേഷമൊക്കെ ഉണ്ട് പല കാര്യങ്ങളും. കുർബാനയിലാണോ എല്ലാ കോമൺ സെൻസും കുത്തി നിറയ്ക്കേണ്ടത്? കോമൺ സെൻസിന്റെ വെളിച്ചത്തിലാണോ ലിറ്റർജി രൂപപ്പെടുത്തേണ്ടത്? കർത്താവിന്റെ തിരുവചനത്തിന്റെ വെളിച്ചത്തിലും സഭയുടെ പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിലും അപ്പസ്തോലന്മാര് നമുക്ക് തന്നിരിക്കുന്ന ആ രൂപത്തിലും സ്വഭാവത്തിലുമാണോ ലിറ്റർജി രൂപപ്പെടേണ്ടത്? അതോ ഓരോ രൂപതയുടെയും ഓരോ അച്ഛന്റെയും കോമൺ സെൻസ് ആണോ? കോമൺ സെൻസ് മാത്രമാണോ? തിരുവചനത്തിൽ കോമൺ സെൻസ് മാത്രമുള്ളൂ? കുർബാനയിൽ കോമൺ സെൻസ് മാത്രമുള്ളൂ? നിങ്ങൾ ആലോചിക്കേ. കോമൺ സെൻസിന്റെ കാര്യമാണോ കുർബാന? ദൈവിക രഹസ്യമല്ലേ? അത് ആരംഭിക്കുന്നത് യേശു ക്രിസ്തുവിലല്ലേ? അവനൊരു രഹസ്യമല്ലേ? അപ്പസ്തോലന്മാരല്ലേ അത് നമുക്ക് പിന്തുടർന്ന് നമുക്ക് കൈമാറി തന്നത്? അവരല്ലേ അതിന് രൂപമുണ്ടാക്കിയത്? അതിലേക്കെല്ലാം നമ്മുടെ കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കുത്തി നിറച്ചാൽ ലിറ്റർജിയുടെ കെട്ടും മട്ടും തന്നെ മാറിപ്പോകില്ലേ? അതല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഓരോരുത്തരും നിയമം കയ്യിലെടുത്ത് ഇതാണ് ശരിയെന്ന് അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത്
മൊത്തം ആശയക്കുഴപ്പവും ഈ കുർബാന ഏകീകരണം വേണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് അൽമായരാണ്. കാരണം ഒരു രൂപതയിൽ നിന്നും മറ്റൊരു രൂപതയിലേക്ക് ചെല്ലുമ്പോൾ കുർബാന മൊത്തം മാറിപ്പോകുന്നു. ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളി ചെല്ലുമ്പോൾ പോലും എപ്പോഴാണ് മുട്ടുകുത്തണ്ടേ, എപ്പോഴാണ് എഴുന്നേൽക്കണ്ടേ, എപ്പോഴാണ് തിരിയണ്ടേ, യാതൊന്നും പറ്റുന്നില്ല. കാരണം ഓരോ പള്ളിയിലും ഓരോ രീതി. അങ്ങനെയാണോ വിശുദ്ധ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യേണ്ടത്? അങ്ങനെ ഓരോരുത്തരും കോമൺ സെൻസ് അനുസരിച്ച്, അത് പലരും കോമൺ സെൻസ് ആയിരുന്നില്ല എന്ന് ഓർക്കണേ, തോന്നിയാസായിരുന്നു. കോമൺ സെൻസ് അല്ല, തോന്നിയാസം. അങ്ങനെ ലിറ്റർജിയിലേക്ക് കയറ്റിയത് കൊണ്ടാണ് ഇത്രമാത്രം ആശയക്കുഴപ്പം ഉണ്ടായത്. അത് മാറ്റാനാണ് നമ്മൾ ശ്രമിക്കണേ. 10ാമത്തെ കാര്യം, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത് ഒരു അടയാളമാണ്. നരികുളച്ചൻ സമ്മതിക്കുന്നു. ഏതെങ്കിലും ദിശയിലേക്ക് നോക്കണമല്ലോ. കിഴക്ക് നിന്ന് കർത്താവ് വരുമെന്നത് നമ്മുടെ സങ്കല്പമാണ്. അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കാം. എന്നാൽ നാം പറഞ്ഞു, എന്റെ നാമത്തിൽ 2 or 3 പേർ സമ്മേളിക്കുന്നിടത്ത് ഞാനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18:20. അതിന്റെ വെളിച്ചത്തിൽ അൾത്താരയ്ക്ക് ചുറ്റും വരുന്ന നമ്മൾ ബലിയർപ്പിക്കണം. അതിന് ജനാഭിമുഖം വേണം. ആദ്യമായിട്ടാണ് നരികുളച്ചൻ ഒരു ബൈബിൾ വാചകം കോട്ടിക്കണേ. അതായത് എന്റെ നാമത്തിൽ 2 or 3 പേർ സമ്മേളിക്കുന്നിടത്ത് അവിടെ കർത്താവ് ഉണ്ടാകും. അത്രയും ബൈബിൾ കോട്ട് ചെയ്തതിന് നന്ദി. പക്ഷേ മത്തായിയുടെ സുവിശേഷം 18:20 ഈ തിരുവചനം കിടക്കണേ. എന്റെ നാമത്തിൽ 2 or 3 പേർ സമ്മേളിക്കുന്നിടത്ത് അവരുടെ മധ്യ ഞാൻ ഉണ്ടാകും. അത് പ്രാർത്ഥനയെക്കുറിച്ചാണോ, ആരാധനയെക്കുറിച്ചാണോ? ആ 18ാം അധ്യായം മുഴുവൻ സഭാ നേതൃത്വത്തോട് തീരുമാനങ്ങൾ എടുക്കേണ്ട വിധത്തെക്കുറിച്ചാണ്. സഭയുടെ ഭരണത്തെ സംബന്ധിച്ചാണ് 18ാം അധ്യായം മുഴുവൻ. പ്രാർത്ഥനയെക്കുറിച്ചോ ആരാധനയെക്കുറിച്ചും അല്ല അധ്യായം. സഭയിലെ നേതൃത്വം എങ്ങനെയാണ് താഴെയുള്ളവരോട് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം 18ാം അധ്യായം മുഴുവൻ. അതിനാൽ എന്റെ നാമത്തിൽ 2 or 3 പേർ സമ്മേളിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ആരാധിക്കാൻ വേണ്ടിയുള്ളതല്ല. തീരുമാനമെടുക്കാൻ, സഭയിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സമ്മേളിക്കണമെന്നാണ് യേശു പറഞ്ഞത്. അപ്പോഴാണ് യേശുവിന്റെ സാന്നിധ്യം ഉണ്ടാകാന്നാ പറഞ്ഞേ. തീരുമാനമെടുക്കുന്ന കാര്യമാണ് 18ാമത്തെ അധ്യായത്തില്, അല്ലാതെ ആരാധനയും പ്രാർത്ഥനയും അല്ല അത്. ഇനി അൾത്താരിലെ ബലി, നരികുളച്ചന്റെ വാക്കുകളാണ്. അൾത്താരിലെ ബലി കാൽവിരൽ കുരിശിലെ ബലി പുനരവതരണമാണ്. ആ പുനരവതരണം അത് സ്ഥാപിക്കാൻ പശ്ചാത്തലമായി യേശു തെരഞ്ഞെടുത്തത് സിയോൻ ഊട്ടുശാലയാണ്. യേശു ശിഷ്യന്മാരെ ചുറ്റും ഇരുന്ന്, ഇത്രയും പറഞ്ഞിട്ട് നരികുളച്ചൻ പറയാണ് ചുറ്റും ഇരുന്നെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം റൗണ്ട് ടേബിൾ ആണ്. ഈ പണ്ട് കാലത്ത് ജനത്തിന് അഭിമുഖമായി ആതിഥേയൻ ഇരിക്കുന്ന പതിവില്ല. അപ്പൊ റൗണ്ട് ടേബിളിൽ ഇങ്ങനെയാണ് ഇരിക്കണേ. യേശു ശിഷ്യന്മാർ ചുറ്റുമിരുന്ന് എന്നല്ല, ശിഷ്യന്മാർ ചുറ്റുമിരുന്ന് അങ്ങനെയല്ല, റൗണ്ട് ടേബിൾ ആണ്. അതിന്റെ ഒരറ്റത്ത് റൗണ്ട് ടേബിള്, മുൻവശത്ത് ഈ ഭക്ഷണം വിളമ്പാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇട്ടിരിക്കുക. അപ്പൊ അദ്ദേഹം തന്നെ പറയാണ്, ഈ യേശു ജനാഭിമുഖമായിട്ടല്ല ചൊല്ലിയത്. ഇനി നിങ്ങൾ നോക്കുക, ഏതെങ്കിലും പെയിന്റിങ് യേശു ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കിയിട്ടാണോ കുർബാന സ്ഥാപിക്കണേ? ലിയനാർഡോ ദാ വിഞ്ചി വരച്ച പെയിന്റിങ് 16ാം നൂറ്റാണ്ടില്ല. അത് ചരിത്രമായിട്ട് യാതൊരു ബന്ധമൊന്നും ഇല്ല. ഈ സി ഇംഗ്ലീഷില് യു ആകൃതിയിലോ അല്ലെങ്കിൽ സി ആകൃതിയിലാണ് അന്നത്തെ ടേബിള്. അവിടെ ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കിയിട്ടാണോ യേശു കുർബാന സ്ഥാപിച്ചത്? ഏതെങ്കിലും കുർബാന നിങ്ങൾ കാണിച്ചു തരൂ. കർത്താവിന്റെ കുർബാന യേശു ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കിയിട്ടാണോ ഇരിക്കണേ? ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് ലത്തീൻ ഉപയോഗിക്കുന്ന വാക്ക് എന്താണെന്ന് അറിയോ? വേഴ്സസ് പോപ്പുളും. എഗെയിൻസ്റ്റ് ദ പീപ്പിൾ എന്നാണ്. എഗെയിൻസ്റ്റ് ദ പീപ്പിൾ, എഗെയിൻസ്റ്റ്, ജനങ്ങൾക്കെതിരെ നിന്നാണ്. ജനാഭിമുഖം എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാ. ജനങ്ങൾക്കെതിരെയാണ് അച്ഛൻ നിൽക്കണേ. ജനങ്ങൾക്കെതിരെ അച്ഛൻ നിൽക്കുന്നത്. ഇങ്ങനെ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് എതിരെ നിന്നിട്ടാണോ അന്ത്യത്താഴത്തില് കുർബാന സ്ഥാപിച്ചത്? ഞാനൊന്നുകൂടി ആവർത്തിക്കുന്നു. യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് ഇങ്ങനെ എതിരെ നിന്നിട്ടാണോ അന്ത്യത്താഴത്തിൽ സിയോൻ ഊട്ടുശാലയില് കുർബാന സ്ഥാപിച്ചത്? അല്ലെന്ന് നരികുളച്ചൻ തന്നെ പറയണേ. ശിഷ്യന്മാരെ ചുറ്റുമിരുന്ന് എന്ന് യേശു ശിഷ്യന്മാരെ ചുറ്റുമിരുന്ന് പറയാൻ പറ്റില്ലെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. ഒരു റൗണ്ട് ടേബിൾ പോലെയാണ്. അതിന്റെ ഒരറ്റത്താണ് യേശു ഇരിക്കണേ. മറ്റുള്ളവരൊക്കെ അതിനെ ആ ടേബിളോട് ഇങ്ങനെ ചേർന്നിരിക്കണേ. യേശു ശിഷ്യന്മാർക്ക് അഭിമുഖമായി നിന്നിട്ടല്ല അന്ത്യത്താഴത്തിൽ കുർബാന സ്ഥാപിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ്. അപ്പൊ വേഴ്സസ് പോപ്പിളും, ജനങ്ങൾക്കെതിരെ നിൽക്കാൻ പാടില്ലെന്ന് തന്നെ നമ്മൾ പറയണേ. പാറക്കാട്ട് പിതാവ് നിർബന്ധമായും ആവശ്യപ്പെട്ട സംഗതിയാണ് സിയോൻ ഊട്ടുശാലയുടെ മാതൃകയിൽ കുർബാന അർപ്പിക്കണം. അത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും
ഞാൻ വീണ്ടും ചോദിക്കുന്നു, വേഴ്സസ് പോപ്പിളും, ജനങ്ങൾക്കെതിരെ നിന്നിട്ട്, ശിഷ്യന്മാർക്കെതിരെ നിന്നിട്ടാണോ യേശു കുർബാന സ്ഥാപിച്ചത്? അതോ എല്ലാവരും ഒരേ ദിശയിലേക്ക് ഇരുന്നിട്ടാണോ? യേശുവും ശിഷ്യന്മാരും ഒരേ ദിശയിലല്ലേ? ഒരേ ദിശയിലല്ലേ അന്ത്യത്താഴത്തില്? ഇനി അന്ത്യത്താഴം തന്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന എന്ന് സമ്മതിച്ചാൽ തന്നെ ജനങ്ങൾക്കെതിരെ നിൽക്കുകയല്ലോ. വൈദികൻ ജനങ്ങൾക്കെതിരെ നിൽക്കുന്നത് പോലെ യേശു ശിഷ്യന്മാർക്ക് എതിരെ നിൽക്കുകയല്ലല്ലോ അന്ത്യത്താഴത്തില്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയൂ. 12ാമത്തെ കാര്യം നരികുളച്ചൻ പറയുന്നത്, എല്ലാ ബലികളും കർത്താവിലേക്കും ജനങ്ങളിലേക്കും നോക്കി അർപ്പിക്കണം. കർത്താവിലേക്ക് മാത്രമല്ല, ജനങ്ങളിലേക്ക് നോക്കി കൂടിയാണ് ബലി അർപ്പിക്കേണ്ടത്. ഇത് നരികുളച്ചന്റെ വാക്കുകളാണ്. മോൺസിഞ്ഞോർ അച്ഛാ, ഞാൻ ഇത് തന്നെയാ പറയണേ. ഇതല്ലേ സിനഡൽ ഫം കുർബാന? എല്ലാ കുർബാനയും കർത്താവിലേക്ക് നോക്കണം, ജനങ്ങളിലേക്ക് നോക്കണം. അതല്ലേ സിനഡൽ ഫം കുർബാന? 13ാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത്, ദൈവത്തിന് നമ്മുടെ ബലികളുടെ ആവശ്യമില്ല. ബലി ആവശ്യമുള്ളത് നമുക്കാണ്. കുർബാന പങ്കുവെക്കലിന്റെ ഐക്യത്തിന്റെ കൂതാശിയാണ്. ആ പങ്കുവെക്കൽ ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്നത് ജനാഭിമുഖ കുർബാനയിലാണ്. എവിടെ പോയാലും ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കും. തെക്കും വടക്കും നോക്കിയല്ല ഇരിക്കുക, ഒരുമിച്ചിരിക്കും. ഇത് നരികുളച്ചന്റെ വാക്കുകൾ. എന്താണ് ജനാഭിമുഖ കുർബാനയിൽ വൈദികൻ ജനങ്ങൾ ഒരുമിച്ചിരിക്കാത്തത്, ഒരുമിച്ച് നിൽക്കാത്തത്? എന്തിനാണ് എതിര് നിൽക്കുന്നത്? അച്ഛൻ പറയാണ്, എവിടെ പോയാലും നാം ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കും. നരികുളച്ചൻ പറയാണ്, തെക്കും വടക്കും നോക്കിയല്ല ഇരിക്കുക. ജനാഭിമുഖ കുർബാനയിൽ ഒരുമിച്ചാണോ നിൽക്കുന്നത്, അതോ തെക്കും വടക്കും നോക്കി നിൽക്കുകയാണോ? അച്ഛൻ ജനങ്ങൾക്ക് എതിര് നിൽക്കുകയല്ലേ? അപ്പൊ നരികുളച്ചന്റെ വാക്കുകൾ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അച്ഛൻ ഒരുമിച്ചിരിക്കാത്തത്, ജനങ്ങളുടെ ഒപ്പം ഒരുമിച്ചിരിക്കാത്തത്? എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് എതിരെ നിൽക്കുന്നത്? 14ാമത്തെ പോയിന്റ് നരികുളച്ചൻ പറയുന്നത്, ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹം ഫീസ്റ്റ് ഓഫ് ഫെയ്ത്ത്, സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജിക്ക് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. നരികുളച്ചൻ പറയാണ്, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണമെന്നും കിഴക്കോട്ട് നോക്കാൻ പറ്റിയില്ലെങ്കിൽ കുരിശ് വെക്കണമെന്നും അങ്ങനെ പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്ത ആളാണെന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ബെനഡിക്ട് മാർപ്പാപ്പയെ വളരെ പുകഴ്ത്തി പറയുന്നുണ്ട് നരികുളച്ചൻ. നല്ല കാര്യം. എന്നിട്ട് അദ്ദേഹം പറയാണ്, സർവാധിപനാം കർത്താവെ നിന്നെ ഞങ്ങൾ നമിക്കുന്നുവെന്ന് പറയുമ്പോൾ വൈദികൻ ജനങ്ങളെയോ നോക്കി നമിച്ചാൽ ശരിയാകുമോ? ഇല്ല, കുരിശനെ നോക്കി നമിക്കണം. ഇത് നരികുളച്ചന്റെ വാക്കുകളാണ്. സർവാധിപനം കർത്താവെ നിന്നെ ഞങ്ങൾ നമിക്കുന്നത് പറയുമ്പോൾ ജനം വൈദികനെ നമിക്കുകയും വൈദികൻ ജനങ്ങളെ നമിക്കുകയും ചെയ്താൽ പോരാ, കുരിശനെ നോക്കി നമിക്കണം. അപ്പൊ അത് തന്നെയല്ലേ ഞാനും പറയണേ, ദൈവോന്മുഖ കുർബാന വേണമെന്ന്, കുരിശിലേക്ക് നോക്കി നിൽക്കണമെന്ന്. ജനങ്ങളും വൈദികരും ഇങ്ങനെ പരസ്പരം നോക്കി ഇങ്ങനെ കുനിഞ്ഞാ പോരെന്ന്. 15ാമത്തെ കാര്യം, റോബർട്ട് ടാഫ്റ്റ് എന്ന് പറയുന്ന ജെസ്യൂട്ട് വൈദികനാണ്. അദ്ദേഹം കിഴക്കോട്ട് നോക്കിയ കുർബാന അർപ്പിച്ചിരുന്നുള്ളൂ, ജനിമോന്മുഖമായി കുർബാന അർപ്പിച്ചിരുന്നുള്ളൂ. അത് 1996 സിനഡിൽ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം കോട്ട് ചെയ്യുന്നത്, നരികുളച്ചൻ കോട്ട് ചെയ്യുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നരികുളച്ചൻ പറഞ്ഞ അത് ഞാൻ രക്തം ചുരുക്കാരി പറയാണ്. വളരെ സജീവമായ സഭയാണ് സീറോ മലബാർ സഭ. അവരുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ. 16,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന റോം തീരുമാനിക്കാതെ അവർ തീരുമാനിക്കട്ടെ. ഇത് തന്നെയാണ് സീറോ മലബാർ സഭയുടെ സിനഡ് പറഞ്ഞത്. നമ്മുടെ സഭ സൂയി യൂരിസ്, സ്വയാധികാര സഭയാണ്. നമ്മുടെ കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കുക. അതാണ് സിനഡ് തീരുമാനിച്ചത്. എന്നിട്ട് എന്തിയാ എറണാകുളം അങ്കമാലി അതിരൂപത അംഗീകരിക്കാത്ത? പിന്നെ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം, ഈ റോബർട്ട് ടാഫ്റ്റ് പറഞ്ഞൊരു ഉദാഹരണം, ടൂത്ത് പേസ്റ്റ് ഞെക്കി പുറത്തെടുത്തു. ഇനി അത് തിരിച്ചു കയറ്റാൻ പറ്റുമോ, തള്ളിക്കയറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഞെക്കി പുറത്തെടുത്തു. ഏത്? ജനാഭിമുഖ കുർബാന ഞെക്കി പുറത്തെടുത്തു. ആ വാക്കുകൾ ഉപയോഗിച്ചത് അത് തന്നെയാണ് പ്രശ്നം. ഞെക്കി, നിർബന്ധിച്ച്, ഫോഴ്സ് ചെയ്ത്, അങ്ങനെയാണ് ഈ ജനാഭിമുഖ കുർബാന ഉണ്ടാക്കിയത്. അത് തെറ്റായി പോയി, തിരുത്തണമെന്നാണ് റോം പറയുന്നതും സീറോ മലബാർ സഭ പറയുന്നതും. അത് വിനയത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപത കൂടി സ്വീകരിച്ചാൽ ഒരു സഭയിൽ മുഴുവൻ ഐക്യമായി. വളരെ ലളിതമായൊരു കാര്യം. ഒരല്പം എളിമ വേണം. ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ ഒരല്പം എളിമ അത്രേ വേണ്ടൂ. ഒത്തുതീർപ്പിന് ശ്രമിക്കുക. ഇത് വിശ്വാസത്തെയോ സന്മാർഗത്തെ സംബന്ധിച്ച പ്രശ്നമല്ല. ഒത്തുതീർപ്പല്ലേ സിനഡൽ ഫം കുർബാന? ഒത്തുതീർപ്പിന് ശ്രമിക്കുക എന്ന് ടാഫ്റ്റ് പറഞ്ഞു. അത് നരികുളച്ചൻ പറയുന്നുണ്ട്. ആ ഒത്തുതീർപ്പ് ഫോർമലി അല്ലേ നമ്മുടെ ഈ സിനഡൽ ഫം കുർബാന? ഇനി അവസാനമായിട്ട് നരികുളച്ചൻ പറയുന്ന കാര്യം, ഏകീകരണം, ഏകോപനം, യൂണിഫോമിറ്റി, അത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. എവിടെയെങ്കിലും ഏകീകരണമോ ഏകോപനമോ ഉണ്ടോ? എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയാണ്, ഭാഷയിലുണ്ടോ,
വസ്ത്രധാരണത്തിലുണ്ടോ? ഭക്ഷണത്തിലുണ്ടോ? പ്രാർത്ഥിക്കുന്ന രീതികളിലുണ്ടോ? ഇല്ല. കരിസ്മാറ്റിക് പ്രാർത്ഥനയുണ്ട്, കണ്ടംപ്ലേറ്റീവ് പ്രാർത്ഥനയുണ്ട്, വോക്കൽ പ്രേയേഴ്സ് ഉണ്ട്, സൈലന്റ് പ്രേയേഴ്സ് ഉണ്ട്. അതിനാൽ യൂണിഫോമിറ്റി നടക്കാത്ത കാര്യമാണ്, ഏകീകരണം നടക്കാത്ത കാര്യമാണ്. നടക്കാൻ ഇനി ഭാവിയിലും പറ്റില്ല, പണ്ടും പറ്റിയിട്ടില്ല. എന്തെല്ലാം അന്തരങ്ങളുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നരികുളച്ചൻ പറയാണ്, അതേ സമയം എറണാകുളം അതിരൂപത്തിനുള്ളിൽ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഏകോപനവും ഏകീകരണം വേണം. ഒരു പള്ളിയിൽ മണിയടിക്കുന്നതും മറ്റൊരു പള്ളി മണിയടിക്കുന്നതും ഒരേ സമയത്തായിരിക്കണം. ഒരു പള്ളിയിൽ മുട്ടുകുത്തുന്നതും മറ്റു സ്ഥലത്ത് മുട്ടുകുത്തുന്നതും ഒരേ സമയത്തായിരിക്കണം. അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൺഫ്യൂഷൻ ഉണ്ടാകും, ആശയക്കുഴപ്പം ഉണ്ടാകും. അച്ഛൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ഏകീകരണവും ഏകോപനം മതിയോ? സീറോ മലബാർ സഭയിൽ മുഴുവൻ വേണ്ടേ? അത്രയേ ഉള്ളൂ, അത്രേ നമ്മൾ പറയണുള്ളൂ. ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ ഏകീകരണം ഏകോപനം വേണമെന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് സീറോ മലബാർ സഭയിൽ എല്ലാ രൂപതകളിലും വേണം. നരികുളച്ചൻ പറയുന്ന കാര്യം തന്നെ പറയണേ. ഇപ്പൊ 34 രൂപതകളിലും ഏകീകരണം ഏകോപനം ഏകദേശമായി. ചിലയിടത്തൊക്കെ അച്ഛന്മാർ ഇനിയും കുറച്ചും കൂടെയൊക്കെ കൊണ്ടുവരാനുണ്ട്. എങ്കിലും പൊതുവെയായി ഒരു രൂപതയാണ് ഏകീകരണം നടപ്പാക്കാത്തത്. അത് എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. അതുകൂടി നടപ്പാക്കിയാൽ സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും എല്ലാ പള്ളികളിലും ജനങ്ങൾക്ക് ആശയക്കുഴപ്പമില്ലാതെ കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ ഏകീകരണം പറ്റില്ല എന്ന് പറയുകയും എറണാകുളം അങ്കമാലി രൂപതയിൽ ഏകീകരണം വേണമെന്ന് പറയുകയും ചെയ്യുന്ന ആ നരികുളച്ചന്റെ വാക്കുകൾ ഞാൻ തിരിച്ചു വയ്ക്കുക. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമല്ല, സീറോ മലബാർ സഭയിലെ എല്ലാ പള്ളികളിലും ഒരുപോലെ ആയിരിക്കണം ലിറ്റർജി. 34 രൂപതയിലും ഏകീകരണമായി കഴിഞ്ഞു. ഇനി ഒരു രൂപത കൂടി, എറണാകുളം അങ്കമാലി അതിരൂപത കൂടി സ്വീകരിച്ചാൽ സീറോ മലബാർ സഭയിൽ ലിറ്റർജിയുടെ കാര്യത്തിൽ ഏകീകരണം വരും. 34 രൂപത സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ എത്രയോ നമ്മൾ മുന്നേറി കഴിഞ്ഞു. ഒരു രൂപത കൂടി ഒന്ന് സ്വീകരിച്ചാൽ പോരെ? അത് നരികുളച്ചന്റെ രൂപതയാണ്. അതിനാൽ അച്ഛൻ തന്നെ മുൻകൈ എടുക്കുക. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ അച്ഛൻ തന്നെ മുൻകൈ എടുക്കണമെന്നും അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന മറ്റച്ഛന്മാരെ പഠിപ്പിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്.